ദിലീപ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയ കാലം മുതൽ ദിലീപ് എന്ന പയ്യനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചതാണ് മലയാളികൾ. അതിനുശേഷം 2000-2012 വരെയുള്ള കാലങ്ങളിൽ ദിലീപിന്റെ സിനിമകൾ ബ്ലോക്ക് ഓഫീസിൽ തിളങ്ങാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ജനപ്രിയ നടനായി മാറുകയായിരുന്നു ദിലീപ്. എന്നാൽ മഞ്ജു വാര്യരുമായി പിരിഞ്ഞതിനു ശേഷം ദിലീപിന്റെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. കാവ്യയെ വിവാഹം കഴിച്ചതോടെ എല്ലാം കൊണ്ടും ദിലീപ് തകർന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവമായുള്ള കേസ് വരെ അതിന് ഉദാഹരണമാണ്. ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോയി തിരിച്ചു വന്ന് ദിലീപ് 9 സിനിമകൾ ചെയ്തുവെങ്കിലും ഒറ്റ സിനിമ പോലും എടുത്തു പറയാൻ പാകത്തിനുള്ളതില്ല. കേസിന് മുൻപ് ഷൂട്ട് ചെയ്തു നിർത്തിയ രാമലീലയാണ് അതിനുശേഷം റിലീസായതിൽ ഒരേയൊരു ഹിറ്റ്. പിന്നീട് താരത്തിൻ്റെതായി പുറത്തിറങ്ങിയ ശുഭരാത്രി, കുമാരസംഭവം, ജാക്ക് ആൻഡ് ഡാനിയൽ, മൈ സാന്റ എന്നീ സിനിമകൾ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടിയില്ല. ദിലീപിന്റെ ബോക്സ് ഓഫീസ് പതനം ഇവിടെ മുതൽ ആരംഭിക്കാൻ തുടങ്ങി. പിന്നീട് 2 വർഷം കോവിഡ് ലോക്ക്ഡൌണിൽപ്പെട്ട് സിനിമാ മേഖല സ്തംഭിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം കോവിഡ് പ്രതിസന്ധിയിൽ കേശു എ വീടിന്റെ നാഥൻ OTTയിലാണ് റിലീസായത്. പഴയ സിനിമയുടെ കോമഡി രംഗങ്ങൾ കുത്തിക്കയറ്റിയ ഒരു സിനിമയായിട്ടാണ് കേശു എ വീടിന്റെ നാഥൻ പ്രേക്ഷകർ നോക്കിക്കണ്ടത്. പിന്നീട് ഇറങ്ങിയ ഷാഫി ചിത്രം വോയിസ് ഓഫ് സത്യനാഥൻ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടപ്പോൾ ബിഗ് ബജറ്റിൽ ഇറങ്ങിയ ഭാദ്ര കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പരാജയമായി മാറി. ഏറ്റവും ഒടുവിൽ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വന്ന സിനിമയായ തങ്കമണി ബോക്സ് ഓഫീസിൽ നിലം തൊട്ടില്ല. കഥയും മേക്കിങ്ങുമാണ് ഇന്നത്തെ കാലത്തെ ഒരു സിനിമയെ നിലനിർത്തുന്നത്. താരത്തിന്റെ പേരിലോ ബജറ്റിന്റെ പേരിലോ അല്ല. ഇനി മുതൽ ദിലീപിന്റെ സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാലം കഴിഞ്ഞു. ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ ദിലീപിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. മഞ്ജുവുമായി വേർപിരിഞ്ഞതിന് ശേഷമാണ് ദിലീപ് ആകെ തകർച്ചയിലേക്ക് പോകാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ ശാപമാണോ എന്ന രീതിയിലാണ് പ്രേക്ഷകർ ഇതിനെ നോക്കിക്കാണുന്നത്. ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പവൻ ടേക്ക് കെയർ. അതും നിലം തൊട്ടില്ല. ഇതോടെ പ്രേക്ഷകരുടെ ഈ സംശയം ഇരട്ടിയാവുകയായിരുന്നു. കളഞ്ഞുപോയ ജനപ്രിയ നടൻ എന്ന ഇമേജ് തിരിച്ചു പിടിക്കാനായി ദിലീപ് ഒരുപാട് കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. ബസ്സിലും ട്രെയിനിലുമെല്ലാം സാധാരണക്കാരുടെ കൂടെ നടക്കാനും ഇന്റർവ്യൂകളിലെല്ലാം വളരെ സാധാരണക്കാരനെ പോലെ സംസാരിക്കാനും എന്തിന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ തനിക്കെതിരെ സംസാരിച്ച വിനായകന്റെ കഴിവുകളെ പുകഴ്ത്തി വരെ സംസാരിച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ് ഓരോ പ്രേക്ഷകരും.